ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി മുഖേന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ 123 ആളുകളെയാണ് താൽക്കാലിക ജോലിക്കാരായി നിയമിച്ചിട്ടുള്ളത്. അതിൽ 6 മാസം എന്നുള്ള കാലാവധി പൂർത്തിയാക്കപ്പെട്ടതിനെ തുടർന്ന് 4 ജീവനക്കാരെ ഇന്നലെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി. മുൻകൂർ നോട്ടീസ് നൽകേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഒപ്പം തന്നെ മോശം പെർഫോമൻസ് കൂടി കണക്കിലെടുത്താണ് ഈ 4 പേരെ ഒഴിവാക്കിയത് എന്നുള്ളതാണ് വിശദീകരണമായി വന്നിട്ടുള്ളത്. പക്ഷേ മുന്നറിയിപ്പ് നൽകാതെ പെട്ടെന്ന് 4 ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെ തുടർന്ന് ഇതര താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള ആളുകൾ രാവിലെ 8:30 മുതൽ 9 മണി വരെയുള്ള അരമണിക്കൂർ സമയം OP ടിക്കറ്റ് നൽകുന്നത് അടക്കം ബഹിഷ്കരിച്ചതോടുകൂടി വലിയ ക്യൂ ആണ് അനുഭവപ്പെട്ടത്. ഒരു മുന്നറിയിപ്പ് നൽകാതെ സമരത്തിലേക്ക് പോയി എന്നുള്ള ആക്ഷേപം കൂടി സൂപ്രണ്ട് ഉന്നയിക്കുന്നുണ്ട്. അല്ല, ഒരു മുന്നറിയിപ്പും അല്ലാതല്ല, ഇന്നലെ ഒരു മുന്നറിയിപ്പും ഇല്ലാതാണ് ഈ ജീവനക്കാരെ പിരിച്ചുവിട്ടത്. ഈ ജീവനക്കാർ ഉടൻ തന്നെ യൂണിയൻ നേതൃത്വമായി ഇടപെടുകയും ഇന്ന് രാവിലെ അവർ പണി മുടക്കിയിട്ടില്ല. അവർ നേരെ ഒരു പ്രതിഷേധം അറിയിക്കുക മാത്രമാണ് ചെയ്തത്. അതിനുള്ള അധികാരം യൂണിയനുണ്ട്. ഇവിടെ യാതൊരുവിധ പണിമുടക്കില്ല. അതോടൊപ്പം തന്നെ ഇവിടെ 2 കൗണ്ടർ മാത്രമാണ് രാവിലെ തുറന്നു പ്രവർത്തിച്ചത്. ബാക്കി കൗണ്ടറുകളോട് തുറന്നു പ്രവർത്തിക്കുന്നതിന് സൂപ്പറിന് വരുന്നതിന് മുമ്പ് തന്നെ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഈ ജീവനക്കാരുമായി ആണ് ചേർന്നെടുത്തത്. ഇവരുടെ പേരിൽ ഏതെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. പക്ഷേ യാതൊരുവിധ ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചാർജ് ഷീറ്റോ നൽകാതെ ഇങ്ങനെ പെട്ടെന്ന് തൊഴിലാളികളെ പിരിച്ചുവിടുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ 4 ജീവനക്കാരെ പിരിച്ചുവിടുന്നതിന് മറ്റു ചില കാരണങ്ങൾ കൂടി സൂപ്രണ്ട് വിശദീകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ തന്നെ താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം ആശുപത്രിയിൽ അധികമാണ് എന്നുള്ളതാണ്. നമ്മുടെ ഒരു HMC കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ HMCയിൽ മോശം പെർഫോമൻസ് ഉള്ളവരെ വിടുമെന്ന്. പക്ഷെ എല്ലാവരും വിടാൻ എനിക്ക് നിവൃത്തിയില്ലാണ്ടായി പോയി. കാരണം പെട്ടെന്ന് വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് കൂടുതൽ സ്റ്റാഫുള്ള ഡാറ്റ എൻട്രി ചെയ്യുന്ന റേഡിയോളജിന്ന് മാത്രം ഞാൻ 4 പേരെ പിരിച്ചിട്ടുള്ളൂ. കാരണം സാലറി ഒരു മാസം 25 ലക്ഷം രൂപ കൊടുക്കണം. താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം നിലവിൽ കൂടുതലാണോ അധികമാണോ? കൂടുതലാണ്. അതുകൊണ്ടാണ് 4 പേരെ പിരിച്ചുവിട്ടത്. ഇനി ബാക്കിയുള്ളവരെ പതുക്കെ എനിക്ക് വിടാൻ പറ്റുള്ളൂ. എല്ലാവരും ഒന്നിച്ച് വിട്ടാൽ നമ്മൾ ബുദ്ധിമുട്ടാണ്. അതേസമയം ഈ സമരത്തെ തുടർന്ന് രാവിലെ മുതൽ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ യഥാസമയം OP ടിക്കറ്റ് ലഭിക്കുന്നതിന് അടക്കം ഏറെ ബുദ്ധിമുട്ട് നേരിട്ടു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം പ്രതിഷേധവുമായി വന്നു. കാരണം തിരക്കിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ പിരിച്ചുവിട്ടു എന്നാണ് പറഞ്ഞത്. പിൻവാതിൽ നിയമങ്ങളുടെ ആളെ കുത്തി നിറയ്ക്കുകയും ഇപ്പം അവരെ പിരിച്ചുവിടുകയും അടുത്ത ആൾക്കാരെ കയറ്റാൻ വേണ്ടിയുള്ള ഇവർ തമ്മിലുള്ള ഗ്രൂപ്പ് പോരും ചക്കളത്തി പോരാട്ടവുമാണ് ഈ ജനങ്ങൾ, സാധാരണപ്പെട്ട ജനങ്ങളുടെ വലയാനുള്ള കാരണം. ഉച്ചയ്ക്ക് 1 മണി വരെയാണ് OPയുടെ സമയം. പക്ഷേ ഇവിടെ നിന്നും ടിക്കറ്റ് യഥാസമയം ലഭ്യമാകുന്നില്ല എന്ന് വന്നാൽ ഡോക്ടർമാരെ കണ്ട് കൃത്യസമയത്ത് തിരിച്ച് വീടുകളിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ രോഗികളും അവരുടെ കൂട്ടുപിരിപ്പുകാരും ഒക്കെ തന്നെ ഈ പൊടുന്നനെ ഉണ്ടായ സമരത്തിൽ വലഞ്ഞിട്ടുണ്ട്. 7 മണിയായപ്പം വന്നോ, അന്നേരം തൊട്ട് നിൽപ്പം അവിടെ നിന്ന് ഇവിടം വരെ നിൽക്കുക. ഞങ്ങളുടെ കാലും കഴിച്ച് ഞങ്ങൾ വെള്ളം പോലും കുടിക്കാതെ നിൽക്കുക. ഇവിടെ 150 ടിക്കറ്റേ കൊടുക്കത്തുള്ളൂ. 180 അടി വളഞ്ഞിന് 180. അതിന് തലേദിവസം ഇവിടെ വന്ന് പാർക്ക് ചെയ്ത് കിടക്കുന്നവരുണ്ട് ടിക്കറ്റിന് വേണ്ടി. അപ്പം 4 മണി മുതൽ ഈ ക്യൂവിൽ ആളുണ്ട്. അന്നേരം ഇവിടെ വിഷയം സംസാരമായത്. നോട്ടീസ് നൽകാതെ പ്രതിഷേധത്തിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദീകരണം തേടുമെന്നും ആവശ്യമെങ്കിൽ താൽക്കാലിക ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് സൂപ്രണ്ട് പങ്കുവയ്ക്കുന്നത്. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.